അടുക്കളപ്പണി എങ്ങനെ ആയാസകരമാക്കാം എന്നതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ട്ടോ. ദാ ഈ കാണുന്ന സംഭവം നമ്മുടെ കയ്യില് പെട്ടത്. എന്നാ പിന്നെ ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് ഇതുമ്മെ തൽത്തുകുലത്ത് പരിപാടികൾ നമുക്കൊന്ന് പഠിച്ചാലോ? തുറന്നപ്പോ തന്നെ ദാ ഈ കാണുന്ന പീലറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്ടോ. ഇതിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇതുപോലെ തുറക്കുന്ന ഒരു ആമാടപ്പെട്ടി പോലത്തെ സംഭവം. അതിന്റെ ഉള്ളില് ഇതുപോലെ കണ്ടാമുണ്ടി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പല ഷേപ്പിലും പല രീതിയിലും ആകൃതിയിലും ഒക്കെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കണ്ടം തുണ്ടം വെട്ടി തോരനോ സലാഡോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം ട്ടോ. 10, 24 പീസസായി വരുന്ന നമ്മുടെ ഈ ചോപ്പറിൽ പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ട്ടോ. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഞാൻ ക്യാരറ്റാണ് ആദ്യം തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് തോരനായാലും ഇപ്പോൾ സലാഡിനായാലും ധാരാളം ഉപയോഗിക്കുന്നത് ക്യാരറ്റല്ലേ. അത് ഈ കാണുന്ന രീതിയിൽ വലുതും ചെറുതുമായിട്ട് നമുക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ട്ടോ. ബ്ലേഡുകൾ മാറ്റിയിടാൻ പറ്റുന്നത് കൊണ്ടും അടിയിൽ വരുന്ന ആ കണ്ടെയ്നറിൽ എല്ലാ പച്ചക്കറികളും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാരണം കൊണ്ടും നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ. ഇതിൽ തന്നെ സലാഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കുംബറിലാണ് അടുത്ത പരീക്ഷണം നടക്കാൻ പോകുന്നത്. കാണുന്ന ചോപ്പർ നമ്മൾ ആദ്യം കാണിച്ചെന്നില്ലേ, ചോപ്പറല്ല പീലർ, അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ നീളനെ നീളനെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നതും വട്ടനെ വെച്ചിട്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് കുനുകുന കുനുകുന കഷ്ണങ്ങളായിട്ട് നീളങ്ങളായിട്ട് ചതുരങ്ങളായിട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് കേട്ടോ. ഇത് നമ്മൾ കായ വറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്ലൈസറാന്ന് തോന്നുന്നു. പക്ഷെ നമുക്കിതിൽ കുക്കുംബർ ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഈ സവോള ഇനി കുനുകുന കുനുകുന അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന രീതിയിൽ മുള്ളുമുള്ളായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതും ഇങ്ങനെ വെച്ച് അമർത്തി ഇതുപോലെ ഇങ്ങനെ കര 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 കരാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ സവോള ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്ന സവോള ഇങ്ങനെ ഒരു സ്വപ്നമല്ല അത് ഇത്ര വേഗം തന്നെ അരിഞ്ഞ് കിട്ടുക എന്നുള്ളത്. എന്തോ കണ്ടെയ്നർ ഉള്ള കാരണം കൊണ്ടേ നമുക്ക് ഇതിനെല്ലാം കൂടി ഈ ഒരു പാത്രത്തിൽ തട്ടിയിട്ട് നമുക്കൊരു വെറൈറ്റി സലാഡുമ്പോൾ പിടിച്ചാലോ. അപ്പോൾ ഞാൻ കുറച്ച് കുക്കുമ്പറും കൂടെ ഇതുപോലെ നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. കാരണം 4 മണിക്ക് ഇപ്പോൾ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ ഈ സലാഡുകളാണ്. ഇങ്ങനത്തെ ചോപ്പറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മടി കുറച്ച് വെച്ച് നമുക്ക് ഇതിങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ സലാഡുകളൊക്കെ ഉണ്ടാക്കി ധാരാളം ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു മൂഡ് വരും. അങ്ങനെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് കറുമുറ കറുമുറ നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറിയിലേക്ക്, അതായത് സ്ലൈസർ കൊണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്രീൻ ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വിതറിയിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. ഹെൽത്തിയാണ്, മാത്രമല്ല ഭയങ്കര സിമ്പിളുമാണ്, അതിലുപരി അത്യുഗ്രൻ ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.